students, welcome back to Learn 24. So, നമ്മുടെ ലാസ്റ്റ് 2 വീഡിയോസിൽ നമ്മൾ ഇലക്ട്രിക് കറന്റിന്റെ ഇഫക്റ്റുകളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേർഡ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നിങ്ങളുടെ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് വാസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഒരുപാട് എന്തുണ്ട്, കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പ്രോബബ്ലി പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്ന കുറച്ച് തിയറീസ് എന്ന് പറയുന്നത്, ഒന്ന് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം തന്നെ. ആൻഡ് ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മ്യൂച്വൽ ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്ഷൻ, അതുപോലെ വീടുകളിലേക്ക് എങ്ങനെയാണ് കറണ്ട് എത്തുന്നത്. നമുക്കറിയാം വീട്ടിൽ കറണ്ട് ഉണ്ട്, സ്വിച്ച് ഇട്ട് ലൈറ്റ് എത്തുന്നു, ഫാൻ കറങ്ങുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എവിടെ നിന്നാണ് കറണ്ട് വരുന്നത്, എങ്ങനെയാണ് ആ കറണ്ട് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് തിയറീസ് ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ചാപ്റ്ററിലേക്ക് പോവാം, ദാറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു സെറ്റിംഗ് തന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്, ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. എന്താ ഗാൽവനോമീറ്ററിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഈ കറണ്ടിന്റെ ഒരു പ്രസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാൽവനോമീറ്ററിന്റെ ഈ ഒരു നീഡിൽ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്ലക്ട് ചെയ്യും. ആൻഡ് സർക്യൂട്ടിന് പുറത്ത് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ചുറ്റും എപ്പോഴും എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് അല്ലെ. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഓൾറെഡി കണ്ടു, ഒരു ബാർ മാഗ്നറ്റ് എവിടെ വെച്ചാലും അതിന് ചുറ്റും എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ ഔട്ട് സൈഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സർക്യൂട്ട് ഉണ്ട്. ആൻഡ് സർക്യൂട്ടിൽ എന്താ കണക്ട് ചെയ്തിരിക്കുന്നത്, ഒരു സോളിനോയിഡ് ആണ്, ഒരു കോയിലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ബാർ മാഗ്നറ്റ് ഈ ഒരു കോയിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ബാർ മാഗ്നറ്റ് ഉള്ളിലേക്ക് കയറി. യെസ്, ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്തുണ്ടായേ, ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തു. അറ്റ് സെയിം പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിച്ചു, ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തു അല്ലെ. അതായത് അവിടെ നിൽക്കുമ്പോൾ എന്താ, ഗാൽവനോമീറ്റർ സ്റ്റേഷനറി ആണ്. ആൻഡ് എപ്പോഴായിരുന്നോ നമ്മുടെ ബാർ മാഗ്നറ്റ് ഉള്ളിൽ വെറുതെ നിരുന്നത്, അപ്പോഴും നമ്മുടെ ഗാൽവനോമീറ്റർ എന്താണ്, സ്റ്റേഷനറി ആണ് അല്ലെ, സീറോയിൽ തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത്. ബട്ട് എപ്പോഴൊക്കെയാണ് ചേഞ്ച് ചെയ്തത്, യെസ്, എപ്പോഴാണോ ഇത് എൻറ്റർ ചെയ്യുന്നത്, അതുപോലെ എപ്പോഴാണ് അത് പുറത്തേക്ക് പോയത്, ആ രണ്ട് ടൈമിലാണ് നമ്മുടെ ഗാൽവനോമീറ്റർ എന്ത് ചെയ്തത്, ഡിഫ്ലക്ട് ചെയ്ത്. ദാറ്റ് മീൻസ് ആ രണ്ട് ടൈമിൽ അവിടെ എന്ത് വന്നിട്ടുള്ളൂ, ഒരു കറണ്ടിന്റെ പ്രസൻസ് വന്നിട്ടുള്ളൂ. ദാറ്റ് മീൻസ് എപ്പോഴാണോ നമ്മുടെ ഈ കോയിൽ, ദാറ്റ് മീൻസ് നമ്മുടെ ഈ സോളിനോയിഡും ഈ ബാർ മാഗ്നറ്റും തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടായത്, തമ്മിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായത്, അപ്പോഴാണ് എന്ത് സംഭവിച്ചത്, യെസ്, ഒരു കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്ത്. ദാറ്റ് ഈസ് whenever there is relative motion between magnet and coil, there is a current. ആ കറണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഗാൽവനോമീറ്റർ അവിടെ എന്ത് ചെയ്തത്, ഡിഫ്ലക്ട് ചെയ്തത്. ഓക്കെ, ആൻഡ് നമുക്കറിയാം ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്, അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. സപ്പോസ് ഇതൊരു ബാർ മാഗ്നറ്റ് ആണെങ്കിൽ നോർത്ത് സൗത്ത് എന്തുണ്ടാവും, എപ്പോഴും ഇതിന് ചുറ്റും ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും അല്ലേ. ഇങ്ങനെയല്ലേ ബാർ മാഗ്നറ്റിന്റെ ഫീൽഡ് ലൈൻസ് വരുന്നത്. ഓക്കെ, ഓൾവേസ് അതിന് ചുറ്റും എന്തുണ്ടായിരിക്കും, ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ആൻഡ് മറ്റൊരു ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ കോയിൽ. ഒരു കോയിലിന്റെ ഉള്ളിലൂടെ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്തോ ആ നമ്പർ ആണ് എന്ത്, മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്. സപ്പോസ് ഒരു സോളിനോയിഡ് ഓക്കെ ഇങ്ങനെ കണക്ട് ചെയ്യാന്ന് വിചാരിക്കും, ജസ്റ്റ് വേറൊരു കളർ യൂസ് ചെയ്യും. ഓക്കെ, സോ സോളിനോയിഡ് നമ്മളിവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ആ സോളിനോയിഡിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റേ മാത്രമാണ് അല്ലെ. സപ്പോസ് നമ്മൾ ഇവിടെയാണ് ഒരു സോളിനോയിഡ് കണക്ട് ചെയ്തെന്ന് വിചാരിക്കും. ആ കോയിലൂടെ പാസ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ നമ്പർ എന്ന് പറയുന്നത് 1, 2, 2 മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1 ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ദിസ് കോയിൽ, സെക്കൻഡ് കോയിലിന്റെ കേസിൽ അവിടെ മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2 ആണ്. സോ അതാണ് മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഒരു കോയിലിന്റെ ഉള്ളിലൂടെ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്തിട്ടുണ്ടോ അതാണ് എന്ത്, അതിന്റെ മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഡെഫിനിഷൻ നോക്കാം. ദാറ്റ് ഈസ് whenever there is a change in magnetic flux. മാഗ്നറ്റിക് ഫ്ലെക്സിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ, when it is linked to a coil, ഒരു EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യും. EMF എന്ന് വെച്ചാൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് ഒരു കറണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്,
ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു കോയിൽ അല്ലെ, ഒരു സോളിനോയിഡ് ഉണ്ടായിരുന്നു, നമ്മുടെ ഗാൽവാമീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സോളിനോയിഡ് ഉണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് കൊണ്ടുവന്നു, ഒരു ബാർ മാഗ്നറ്റിനെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്തിരുന്നു അല്ലെ, ബാർ മാഗ്നറ്റിനെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്തിരുന്നു. എപ്പോഴൊക്കെയാണ് റിഫ്ലക്ട് ചെയ്തിരുന്നത്, ഉള്ളിലേക്ക് വരുമ്പോൾ. നമുക്കറിയാം ഈ ബാർ മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഉള്ളിലേക്ക് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും കൂടിയാണ് ഉള്ളിലേക്ക് വരുന്നത് അല്ലെ, ഉള്ളിലേക്ക് കയറി വരുന്നത്. സോ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്, ആ വരുന്ന ഒരു ടൈമിൽ കൂടുന്നുണ്ട് അല്ലെ, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ നമ്പർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ ആ ഇൻക്രീസ് ചെയ്യുന്ന ടൈമിലും ഡിക്രീസ് ചെയ്യുന്ന ആ ഒരു ടൈമിലും, അതായത് ഇവർ തമ്മിൽ റിലേറ്റീവ് മോഷൻ വരുന്ന ആ ഒരു ടൈം, അപ്പോഴാണ് എന്ത് അവിടെ ഒരു കറണ്ട് അല്ലെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ തിയറി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആൻഡ് ഈ തിയറി ബേസിസിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് അപ്ലയൻസസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതെന്താന്ന് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? സോ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് റൂളാണ്, ദാറ്റ് ഈസ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ കണ്ടിരുന്നു അല്ലെ, സെയിം തന്നെയാണ് ഇവിടെ, പക്ഷെ നമ്മുടെ കൈ ഒന്ന് മാറി, ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് ആയി. അവിടെ നമുക്ക് എന്തായിരുന്നു, ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നു, ഇവിടെ റൈറ്റ് ഹാൻഡ് ആണ്. റൂള് സെയിം തന്നെയാണ്. എന്ത് ചെയ്യുന്നു, നമ്മുടെ റൈറ്റ് ഹാൻഡിലെ 3 ഫിംഗേഴ്സ്, തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ എന്ത് ചെയ്തു, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുവാണെങ്കിൽ അവിടെ എന്താ, ആസ് യൂഷ്വൽ ഫാദർ മദർ ചൈൽഡ് അത് തന്നെയാണ്. അതായത് നമ്മുടെ തമ്പ് എന്ത് തരും, ഫോഴ്സ് തരും, നമ്മുടെ ഫോർ ഫിംഗർ എന്ത് തരും, മദർ, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് തരും, ആൻഡ് നമ്മുടെ മിഡിൽ ഫിംഗർ ഇറ്റ് വിൽ ഗിവ്സ് യെസ് ഡയറക്ഷൻ ഓഫ് കറന്റ്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ജസ്റ്റ് ഇവിടെ നമുക്ക് ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻസ് പോകുന്നത് എങ്ങനെയാ, നോർത്ത് ടു സൗത്ത് ആണ് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നത്. ആൻഡ് ഒരു കണ്ടക്ടർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കണ്ടക്ടറുടെ കറണ്ട് പാസ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷനിലും ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇങ്ങോട്ടുമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ഓഫ് ദ കണ്ടക്ടർ എങ്ങോട്ട്, അതായത് കണ്ടക്ടറിന്റെ മോഷൻ എങ്ങോട്ടാണെന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ് നമ്മുടെ ആദ്യത്തെ എന്ത്, മിഡിൽ ഫിംഗർ തരുന്നത്. സോ കറന്റ് ഡയറക്ഷനിൽ ഇത് വെച്ചു, ആൻഡ് യെസ് ഇങ്ങനെ വരും അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വന്നു, കറണ്ട് ഈ ഒരു ഡയറക്ഷനിൽ. സോ തമ്പ് എങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, അപ്വേർഡ് ഡയറക്ഷനിലാണ്. സോ ഈ ഒരു കണ്ടക്ടർ AB എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ മുകളിലേക്കായിരിക്കും അതിന്റെ മൂവ്മെന്റ് വരുന്നത്. സെയിം റൂള് തന്നെയാണ്, റൈറ്റ് ഹാൻഡ് കൊണ്ടും ലെഫ്റ്റ് ഹാൻഡ് റൂളും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ജസ്റ്റ് കയ്യിൽ മാത്രം ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, ബാക്കി ടേംസ് എല്ലാം സെയിം ആണ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് പെക്യുലാരിറ്റീസ് ഓഫ് EMF. അപ്പൊ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അപ്പൊ ഓരോന്നിലും വരുന്ന EMF ഇൻഡ്യൂസ് ചെയ്യുന്ന EMFിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ AC ജനറേറ്റർ ആണ്. AC ജനറേറ്ററിന്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണല്ലോ, അപ്പൊ കുറച്ച് പോസിറ്റീവ് സൈഡിലുണ്ടാവും, കുറച്ച് നെഗറ്റീവ് സൈഡിലുണ്ടാവും. ദാറ്റ് മീൻസ് അതിന്റെ ഡയറക്ഷൻ എപ്പോഴും എന്താ, കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആണ്. ആൻഡ് EMF കൂടുകയും ചെയ്യുന്നുണ്ട്, കുറയുകയും ചെയ്യുന്നുണ്ട് അല്ലെ. സ്റ്റാർട്ടിങ്ങിൽ 0 ആയിരുന്നു, പിന്നെ അത് ഇൻക്രീസ് ചെയ്തു, എഗെയിൻ 0ലേക്ക് വന്നു, പിന്നെ അത് ഡിക്രീസ് ചെയ്തു, എഗെയിൻ 0ലേക്ക് വരും. സോ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്തുണ്ട്, EMFന്റെ കേസിൽ, നമ്മുടെ AC ജനറേറ്ററിന്റെ കേസിൽ ഉണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ബാറ്ററി, നമ്മുടെ സാധാ സെല്ല്, ബാറ്ററി എന്നൊക്കെ പറയുന്നത്. DC ബാറ്ററി എന്ന് പറയുമ്പോൾ അത് യൂണി ഡയറക്ഷനിലാണ്, ഒറ്റ ഡയറക്ഷനിലേ എന്തുള്ളൂ, EMF ഇൻഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് കറണ്ട് എപ്പോഴും സ്റ്റഡി ആയിരിക്കും, ഒരേപോലത്തെ കറണ്ട് ആയിരിക്കും നമ്മുടെ ബാറ്ററി തരുന്നത്. പ്രത്യേകിച്ച് ചേഞ്ച് എന്നുണ്ടെങ്കിൽ EMF എപ്പോഴും സെയിം ആയിരിക്കും, അതായത് നമ്മുടെ സാധാ ബാറ്ററീസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് DC ജനറേറ്റർ ആണെങ്കിൽ, DC ജനറേറ്റർ എന്ന് പറയുമ്പോൾ അതും യൂണി ഡയറക്ഷനിലാണ്. അതായത് നമുക്ക് ഹാഫ് സൈക്കിൾസ് മാത്രമാണ്, മേലെ മാത്രമാണ് എന്ത് എല്ലാ സൈക്കിൾസും വരുന്നത്. അതായത് താഴേക്ക് ഉണ്ടാവില്ല, നെഗറ്റീവ് പോർഷൻ നമ്മുടെ DC ജനറേറ്റേഴ്സിന്റെ കേസിൽ ഉണ്ടാവില്ല. AC-ൽ എന്താണ്, ആർമേച്ചർ ഫുൾ റൊട്ടേഷൻ ആണ്. ഓക്കെ, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. സോ കുറച്ച് ഹാഫ് സൈക്കിൾ മേലെ ആയിരിക്കും, നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ താഴെ ആയിരിക്കും. DC ജനറേറ്ററിന്റെ കേസിൽ എന്താണ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് മീൻസ് എല്ലാം പോസിറ്റീവ് സൈഡിലായിരിക്കും നമ്മുടെ EMF ഉണ്ടായിരിക്കുക. 0 പെട്ടെന്ന് കൂടും, എഗെയിൻ 0ലേക്ക് വരും, കൂടും, എഗെയിൻ 0ലേക്ക് വരും. സോ EMF ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആയിരിക്കും, ബട്ട് ഡയറക്ഷൻ എന്തായിരിക്കും, യൂണി ഡയറക്ഷൻ, ഒറ്റ ഡയറക്ഷനിൽ മാത്രമായിരിക്കും എന്ത് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്.
അപ്പോൾ അതാണ് ഓരോന്നിലുള്ള EMF പെക്യുലാരിറ്റീസ് എന്ന് പറയുന്നത്. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വൺ വേർഡ്സ് ആയിട്ട് നിങ്ങളോട് ചോദിക്കുന്നതാണ്. സോ ഈ ഗ്രാഫ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. AC ജനറേഷൻ്റെ ഗ്രാഫ് ഇതുപോലെയായിരിക്കും. ഓക്കെ, മേലെയും സൈക്കിൾ ഉണ്ടായിരിക്കും, താഴെയും സൈക്കിൾ ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് പോസിറ്റീവ് സൈഡിലും നെഗറ്റീവ് സൈഡിലും എന്തുണ്ടാവും, റൊട്ടേഷൻ ഉണ്ടായിരിക്കും. ആൻഡ് DC ജനറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം അപ്പർ പോർഷൻ്റെ മാത്രമായിരിക്കും, അതായത് പോസിറ്റീവ് സൈക്കിൾസ് മാത്രമായിരിക്കും ഇത് DC ജനറേഷൻ്റെ കേസിൽ. ബാറ്ററിയുടെ കേസിൽ അത് സ്റ്റഡി ആയിരിക്കും, ഒറ്റ ലൈനായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഗ്രാഫ് നോട്ട് ചെയ്യുക. ഓക്കെ, സോ EMF പെക്യുലാരിറ്റീസ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് തിയറി ആണ് എന്ത്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കഴിഞ്ഞു, നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്ത്, മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ, രണ്ട് കോയിൽസ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്കിതിന് എന്ത് പറയാം, ദിസ് വൺ ക്യാൻ ബി സെഡ് ആസ് പ്രൈമറി ആൻഡ് ഇതിനെ നമുക്ക് സെക്കൻഡറി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രൈമറി കോയിലാണ്, ഇതൊരു സെക്കൻഡറി കോയിലാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മുടെ പ്രൈമറി കോയിൽ നമ്മളൊരു കറണ്ട് കൊടുക്കുവാണെങ്കിൽ, നമുക്കറിയാം ഇത് കോയിലാണ്, അവിടെ എന്തുണ്ടാവും, ആ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ചുറ്റും എന്തുണ്ടായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ഓഫ് കോഴ്സ് ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലെക്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലെക്സ് തൊട്ടപ്പുറത്ത് വേറെ ഒരു കോയിലുണ്ട്, അതിലേക്ക് പ്രത്യേകിച്ച് ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, വെറുതെ ഒരു കോയിലിൽ ഒരു ബൾബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇവിടെ ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലെക്സ് ഉണ്ടായിരിക്കും. ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് കോയിലിലേക്ക്, ദാറ്റ് മീൻസ് ആ സെക്കൻഡറി കോയിലിനകത്തേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും, ആ ബൾബ് കത്തും. അതാണ് എന്ത്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് യെസ്, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ബൾബ് കത്തുന്നത്. ഓക്കെ, ഇതാണ് എന്ത്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് when two coils are kept near and the current and primary coil is changed, the magnetic flux around it will change, and this will induce an EMF in the secondary coil, and this phenomenon is called mutual induction. അടുത്തടുത്ത് രണ്ട് കോയിൽസ് വെക്കുകയാണ്, ഒന്നിലൊരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് കോയിലിലേക്ക്, സെക്കൻഡറി കോയിലിലേക്കായിരിക്കും പോകുന്നത്. അവിടെയായിരിക്കും എന്ത്, അതായത് അതിലേക്കും എന്ത് കിട്ടും, കറണ്ട് കിട്ടും. അതിലെന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് എന്ത്, നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ തിയറി ക്ലിയർ അല്ലേ? സോ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ഒന്നാണ് എന്ത്, നമ്മുടെ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. എന്തായാലും നമ്മുടെ താമസിക്കുന്ന ഏരിയയുടെ അടുത്തായിട്ട് ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കും, അതിൽ നിന്നായിരിക്കും നമുക്കൊക്കെ എന്ത്, കറണ്ട് വരുന്നത് അല്ലേ? സോ ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് വോൾട്ടേജ് വിത്തൗട്ട് ലോസിങ് പവർ. പവർ കുറയ്ക്കാതെ, അതായത് ട്രാൻസ്ഫോമറിലേക്ക് കുറച്ച് പവർ കിട്ടിയിട്ടുണ്ടാവല്ലോ, ആ പവറിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുത്താതെ നമ്മുടെ AC വോൾട്ടേജിനെ കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്, ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ട്രാൻസ്ഫോമർ ഒരു ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, ഈ ട്രാൻസ്ഫോമറിൽ എന്തുണ്ട്, പ്രൈമറി കോയിലുണ്ട്, സെക്കൻഡറി കോയിലുണ്ട്. നമ്മൾ കൊടുക്കുന്ന AC വോൾട്ടേജ് അല്ലെങ്കിൽ AC കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രൈമറിയിലേക്കാണ് ഇൻപുട്ട് ചെയ്യുന്നത്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കൊടുക്കുന്നതാണ്. അതായത് വരുന്ന കറണ്ട് എങ്ങോട്ടേക്കായിരിക്കും, പ്രൈമറിയിലേക്കായിരിക്കും വരുന്നത്. ബട്ട് അത് ഇൻഡ്യൂസ് ചെയ്യുന്നത് എങ്ങോട്ടേക്കായിരിക്കും, നമ്മുടെ സെക്കൻഡറിയിലായിരിക്കും. നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് സെക്കൻഡറി കോയിലായിരിക്കും. ഓക്കെ, സോ അതൊരു ക്ലിയർ അല്ലേ, നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇതാണ് എന്ത്, മ്യൂച്വൽ ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്, ട്രാൻസ്ഫോമർ. ഇതും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആൻഡ് രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് നമുക്കുണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫോമർ ഡിവൈസ് എന്താ ചെയ്യുന്നത്, വോൾട്ടേജിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ട്, ബട്ട് വിത്തൗട്ട് ലോസ് ഓഫ് പവർ. അപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അപ്പാണ്, കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻക്രീസ് വോൾട്ടേജ്, വോൾട്ടേജ് കൂട്ടാൻ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ആണ് എന്ത്, നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ കുറച്ച് ടേംസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ, പ്രൈമറി സെക്ഷനിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൈമറിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, കറണ്ട് വരുന്നുണ്ട്, ആൻഡ് ഇവിടെ കുറച്ച് ടേൺസ് ഉണ്ട് അല്ലേ? സോ നമ്മൾ മാർക്കിംഗ് ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് ഇൻ പ്രൈമറി, ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആൻഡ് കറണ്ട് ഇൻ പ്രൈമറി. അതുപോലെ നമുക്ക് ഇവിടെയും എഴുതാം അല്ലേ, ഔട്ട്പുട്ട് കിട്ടുമ്പോൾ
voltage in secondary and number of turns in secondary, current in secondary. ഇനി ഇവർ തമ്മിൽ വരുന്ന റിലേഷൻ നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ നോക്കി കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് കോയിൽസ് ഉണ്ട്, അവിടെയും കോയിൽസ് ഉണ്ട് അല്ലേ. നമ്മുടെ പ്രൈമറി കോയിൽസ് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്, കുറവാണ്. കമ്പയറിംഗ് ടു സെക്കൻഡറി കോയിൽ പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ബട്ട് അതിന്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ അതെന്താണ്, കൂടുതലാണ് അല്ലേ. അപ്പൊ അത് വെച്ചിന്റെ റിലേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ ഫസ്റ്റ് നമ്പർ ഓഫ് ടേൺസ് പറയുകയാണെങ്കിൽ എൻ പി എന്ന് പറയുന്നത് പ്രൈമറി ടേൺസിന്റെ നമ്പർ എന്ന് പറയുന്നത് സെക്കൻഡറി ടേൺസിന്റെ നമ്പറിനേക്കാളും കുറവാണ്. സോ എൻ പി ഈസ് ലെസ് ദാൻ എൻ എസ് അല്ലേ. ഇത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം. ആൻഡ് നെക്സ്റ്റ് ഇൻ കേസ് വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ ടേൺസ് കുറവാണെങ്കിൽ അവിടുത്തെ വോൾട്ടേജും എന്തായിരിക്കും, കുറവായിരിക്കും. വോൾട്ടേജ് എപ്പോഴാണ് കൂടുന്നത്, ടേൺസ് കൂടുമ്പോഴാണ്. ടേൺസ് ഇവിടെ കുറവായതുകൊണ്ട് അവിടുത്തെ വോൾട്ടേജും എന്ത് തന്നെയായിരിക്കും, കുറവായിരിക്കും. അത് അവർ തമ്മിലുള്ള റിലേഷനാണ്. വെൻ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ് വോൾട്ടേജ് ഇൻക്രീസസ്. അവിടെ കുറവാണെങ്കിൽ വോൾട്ടേജും കുറവായിരിക്കും. സോ എൻ പി ഈസ് ലെസ് ദാൻ എൻ എസ് ആണെങ്കിൽ ഹിയർ വി പി ഈസ് ലെസ് ദാൻ വി എസ് ആയിരിക്കും. ഓക്കെ, ഇനി കറണ്ടിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ തിക്നെസ് കൂടുതലാണ്. ഒരു സോളിനോയിഡിലൂടെ ഇത് കോയിലായിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് സോളിനോയിഡ് എന്ന് പറയാം. ഓക്കെ, ഈ കോയിലൂടെ കറണ്ട് എപ്പോഴാണ് കൂടുതൽ പാസ് ചെയ്യുന്നത്, അതിന്റെ തിക്നെസ് കൂടുമ്പോഴാണ് അല്ലേ. സോ തിക്നെസ് കൂടുതലാണെങ്കിൽ അതിലെ കറണ്ട് എന്ന് പറയുന്നത് കൂടുതലാണെന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് ഇവിടെ ഐ പി ഈസ് ഗ്രേറ്റർ ദാൻ ഐ എസ് ആയിരിക്കും. അതായത് കറണ്ട് ഇൻ പ്രൈമറി ആയിരിക്കും കൂടുതൽ, സെക്കൻഡറിയിൽ കുറവായിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് വോൾട്ടേജ് ഇത് ഇൻക്രീസ് ചെയ്യും. സ്റ്റെപ്പ് അപ്പ് ആണല്ലോ, സ്റ്റെപ്പ് അപ്പിന്റെ ഈ ഉപയോഗം എന്താ, അവിടെ വോൾട്ടേജ് എ സി വോൾട്ടേജ് കൂട്ടാനാണ് അത് ഉപയോഗിക്കുന്നത്. സോ വി പിനേക്കാളും കൂടുതലായിരിക്കും വി എസ്. ബട്ട് പവർ ലോസ് വരാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഐ പി ആയിരിക്കും കൂടുതൽ, ഐ എസ് കുറവായിരിക്കും. നേരെ തിരിച്ചായിരിക്കും നമ്മുടെ സ്റ്റെപ്പ് ഡൗണിൽ വരുന്നത്. സ്റ്റെപ്പ് ഡൗൺ ആണ്, അതായത് നമ്മുടെ എ സി വോൾട്ടേജിനെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ടു ഡിക്രീസ് ദി വോൾട്ടേജ്. ഇവിടെ നമ്മൾ ഇത് എഴുതാണെങ്കിൽ വി പി എൻ പി ഐ പി ആൻഡ് വി എസ് എൻ എസ് ആൻഡ് ഐ എസ്. റിലേഷൻസ് എഴുതാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ പി ആണ് കൂടുതൽ അല്ലേ. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആണ് കൂടുതൽ വരുന്നത്. സോ എൻ പി ഇസ് ഗ്രേറ്റർ ദാൻ എൻ എസ്. സോ ഓട്ടോമാറ്റിക്കലി വോൾട്ടേജ് എങ്ങനെയായിരിക്കും, വി പി ഇസ് ഗ്രേറ്റർ ദാൻ വി എസ്. അത് വോൾട്ടേജ് കുറയ്ക്കാനാണല്ലോ നമ്മുടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ആൻഡ് കറണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ തിക്നെസ് കൂടുതൽ നമ്മുടെ സെക്കൻഡറി കോയിലാണ്. സോ കറണ്ട് കൂടുതലും എവിടെ തന്നെയായിരിക്കും, സെക്കൻഡറിയിൽ തന്നെയായിരിക്കും. സോ ഐ പി ഈസ് ലെസ് ദാൻ ഐ എസ്. ഓക്കെ, ഈ പോയിന്റ്സ് എല്ലാവരും പഠിച്ചിരിക്കണം. ഒന്നുകിൽ ഓഡ് വൺ ഔട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ പിക്ലാരിറ്റീസ് എഴുതാൻ അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ രണ്ട് പിക്ലാരിറ്റീസ് എഴുതാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് പറയാം എന്താണ്, തിക്നെസിന്റെ കേസ് പറയാം അല്ലെ. ഇവിടെ പ്രൈമറി കോയിലാണ് തിക്നെസ് കൂടുതൽ, സെക്കൻഡറി കോയിലിന്റെ തിക്നെസ് കുറവാണ്. അതുപോലെ ടേൺസിന്റെ നമ്പർ പറയാം. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആണ് കുറവ്, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കുറവാണ്. അതല്ലെങ്കിൽ ജസ്റ്റ് ഈ പോയിന്റ്സ് എഴുതിയാലും മതി. ഒന്നുകിൽ സെന്റൻസ് ആയിട്ട് എഴുതുക അല്ലെങ്കിൽ ജസ്റ്റ് ഈ പോയിന്റ്സ് എഴുതിയാലും മതി. ഓക്കെ, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, കമ്പയർ ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്. അപ്പൊ ഈ പോയിന്റ്സ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അവർ തമ്മിലുള്ള റിലേഷൻ ആണ്. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്, ഈ ഒരു ഏരിയയിൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. അതിന് വേണ്ടുന്ന ഒരു ഇക്വേഷൻ ആണ് ഇപ്പോൾ തന്നിരിക്കുന്നത്, റിലേഷൻ ആണ്. സോ വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഇസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. ഇത് രണ്ടും ഈക്വൽ ആയിട്ട് പോകും, നമ്മുടെ കറണ്ട് മാത്രം ഒന്ന് തലതിരിഞ്ഞ് കിടക്കും. ഓക്കെ, ദാറ്റ് ഇസ് വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. ഇതിനെ ക്രോസ് ചെയ്ത് നമുക്ക് 4 സെപ്പറേറ്റ് ഇക്വേഷൻസ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. ഇതാണ് ടെക്സ്റ്റിലുള്ള 2 മേജർ ഇക്വേഷൻസ്.
ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ ബേസിസിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. സോ ആ പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് ഈ 2 ഇക്വേഷൻസ് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഈ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയുന്നത്? അവർക്കും കൂടെ അങ്ങോട്ട് ഒരുമിച്ച് ആയിക്കൂടെയെന്ന്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പവറിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് P is equal to VI. അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത എന്താ? വിത്തൗട്ട് ലോസ് ഓഫ് പവർ ആണ്. പവർ കളയാതെയാണ്, അല്ലെങ്കിൽ പവറിൽ ഒരു ചേഞ്ച് വരുത്താതെയാണ് എന്ത് വോൾട്ടേജ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും, അല്ലെ? പവറിൽ ചേഞ്ച് വരാതിരിക്കണമെങ്കിൽ ഒരാൾ കുറയുമ്പോൾ മറ്റേ കൂടണ്ടേ? അതുകൊണ്ടാണ് എന്ത്, ഇൻ കേസ് V ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ I ഡിക്രീസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ V ഡിക്രീസ് ചെയ്യുമ്പോൾ I ഇൻക്രീസ് ചെയ്യുന്നത്, ടു മെയിൻറ്റെയിൻ പവർ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഈ 2 ഇക്വേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. The number of turns of primary and secondary coils of transformer is 50 and 150 respectively. അപ്പൊ number of turns തന്നിട്ടുണ്ട്. And what will be the output voltage in the secondary if 25 volt AC is applied in the primary? അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? ഒരു ക്വസ്റ്റ്യൻ കിട്ടി നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ എന്തൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ടോ അത് മുഴുവൻ നമ്മൾ വേഗം നോട്ട് ഡൗൺ ചെയ്യണം, അല്ലെ? അപ്പൊ ഫസ്റ്റ് തന്നിരിക്കുന്ന നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, that is NP is equal to 50 and NS is equal to 150. Then തന്നിരിക്കുന്നത് വോൾട്ടേജ് ഇൻ പ്രൈമറി ആണ്, that is VP is equal to 25. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോൾട്ടേജ് ഇൻ സെക്കൻഡറി ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. നമ്മൾ ഏത് ഇക്വേഷനാണ് ചൂസ് ചെയ്യേണ്ടത്? ഈ ഇക്വേഷനാണ് ചൂസ് ചെയ്യേണ്ടത്. So NS by NP is equal to VS by VP. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? VS നെയാണ്. സോ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്യാം. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് ആണ് ചെയ്യുന്നത്, അല്ലെ? സോ എന്ത് വരും? NS into VP is equal to VS into NP. ഇങ്ങനെ വരും. ഇതിൽ VS നെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അല്ലെ? സോ എന്ത് വരും? VS is equal to NS into VP divided by NP. ഇങ്ങനെ വരും, അല്ലെ? NS എത്രയാ? 150 ആണ്. സോ 150 into 25 divided by 50, അല്ലേ? സീറോസ് ക്യാൻസൽ ചെയ്തു. 15 into 25 divided by 50, 5 will gives 75 volt എന്ന് ആൻസർ കിട്ടും. സോ VS is equal to 75 volt എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് തന്നെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്തെടുത്തിരിക്കണം. എന്നിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഏരിയയിൽ ചോദിക്കില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാ വാല്യൂസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരണം, ഏതെങ്കിലും ഒരു വാല്യൂസ് നിങ്ങൾക്ക് തരാതിരിക്കുള്ളൂ, അതേ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടി വരുള്ളൂ. സോ അതിന് നമ്മുടെ ഈ 2 ഇക്വേഷൻസ്, ഓക്കെ, ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2, ഇത് നന്നായി പഠിച്ചു വെക്കുക. ആൻഡ് ഈ ഇക്വേഷൻസിനെ പല രീതിയിൽ റീഅറേഞ്ച് ചെയ്യാനും എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതുക, ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ക്ലിയർ അല്ല എല്ലാവർക്കും? സോ നെക്സ്റ്റ് ടോപ്പിക് ആണ്, ദാറ്റ് ഇസ് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്ക്, ഇതൊരു സർക്യൂട്ട് ആണ്. സർക്യൂട്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് AC ആണ്. AC കറണ്ട് ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് ഈ സർക്യൂട്ടിലേക്ക് പോകുന്നത്. ദാറ്റ് ഈസ് കറണ്ട് കൂടും കറണ്ട് കുറയും, കറണ്ട് കൂടും കറണ്ട് കുറയും. അതാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. AC സോഴ്സിന്റെ പ്രത്യേകത അത് തന്നെയാണ്. കറണ്ട് കൂടും കറണ്ട് കുറയും. എപ്പോഴും ഒരു ചേഞ്ച് ഇൻ കറണ്ട് ആയിരിക്കും എവിടെ? നമ്മുടെ AC സോഴ്സിൽ നിന്ന് പോകുന്നത്. ആൻഡ് നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു സോളിനോയിഡ് ആണ്. സോളിനോയിഡിന്റെ സ്പെഷ്യാലിറ്റി എന്താ? കറണ്ട് പാസ് ചെയ്താൽ അതിനുള്ളിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് അവിടെ എന്തുണ്ട്? മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് പോകുന്നത് ചേഞ്ച് ഇൻ കറണ്ട് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്?
മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് അല്ലേ? ദാറ്റ് മീൻസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. അതിലും എന്ത് സംഭവിക്കും? ഒരു ചേഞ്ച് വരും. ഇവിടുന്ന് ചേഞ്ച് ഇൻ കറണ്ട് ആണ് പോകുന്നതെങ്കിൽ ഇതിലെ മാഗ്നറ്റിക് ഫ്ലക്സും എന്ത് സംഭവിക്കും? അതിനും ചേഞ്ച് ഉണ്ടാവും. സോ ചേഞ്ച് ഇൻ കറണ്ട് മേക്സ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി കോയിൽ. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും അല്ലെ? നമ്മുടെ ഈ സോളിനോയിഡ് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ EMFന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എന്ത് പോകുന്നുണ്ട്? ഒരു കറണ്ട് പോകുന്നുണ്ട് അല്ലേ? ഈ EMF നമ്മുടെ ഈ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. ഇവിടുന്ന് കറണ്ട് ഇങ്ങനെ കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ EMF എന്ത് ചെയ്യും? നമ്മുടെ ഇവിടുന്ന് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള EMF ഈ കറണ്ടിനെ കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ EMFനെ പറയുന്നത് ബാക്ക് EMF എന്നാണ്. ഓക്കെ, സ്വന്തമായിട്ട് നമ്മുടെ ഈ സോളിനോയിഡ് ഇൻഡ്യൂസ് ചെയ്ത EMFനെ പറയുന്ന പേര് ബാക്ക് EMF എന്നാണ്. ബിക്കോസ് നമ്മുടെ ഇവിടെ നിന്നുണ്ടാകുന്ന സോഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കറണ്ടിനെ കുറയ്ക്കാനാണ് നമ്മുടെ EMF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇതിനെ ഒപ്പോസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് എന്ത് ഇതിനെ ബാക്ക് EMF എന്ന് പറയാനുള്ള റീസൺ. ആൻഡ് ഇത് തന്നെയാണ് എന്ത് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് when AC current passed through a solenoid, the magnetic flux through it changes. അല്ലേ? AC കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് അതിലൂടെയുള്ളത് ചേഞ്ച് ചെയ്യും. ബിക്കോസ് ചേഞ്ച് ഇൻ കറണ്ട് ആയതുകൊണ്ട് ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായിരിക്കും. ആൻഡ് when magnetic flux changes, a back EMF is induced in the solenoid and this is called self induction. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ ഡിഫൈൻ ചെയ്യാനൊക്കെ ചോദിക്കാം. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ എഴുതേണ്ടത് ഈ ഒരു പോയിന്റ് ആണ്. When magnetic flux changes, a back EMF is induced in solenoid and this is called self-induction. Okay. So, self-inductionൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നമ്മുടെ ഇൻഡക്ടർ എന്ന് പറയുന്നത്. An inductor is an insulated copper wire wound in a helical shape. അത് നമ്മുടെ സോളിനോയിഡിനെ തന്നെയാണ് നമ്മൾ ഈ ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോളിനോയിഡ് ആണ് എൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസസിലും യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്ത് നമ്മുടെ ഈ ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഇൻഡക്ടറിന്റെ യൂസ് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് കറണ്ട് ഇൻ എ സർക്യൂട്ട്. നമ്മുടെ കറണ്ട് കുറയ്ക്കാനാണ് നമ്മുടെ ഇൻഡക്ടർ യൂസ് ചെയ്യുന്നത്. സെൽഫ് ഇൻഡക്ഷൻ എന്നാണല്ലോ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പൊ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് വരെ നമുക്ക് പറയണം. ജനറേറ്റർ ആണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ട്രാൻസ്ഫോമർ ആണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇൻഡക്ടർ ആണെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ. സോ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് മാറിപ്പോരുത്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? സെൽഫ് ഇൻഡക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇൻഡക്ടർ യൂസ് ചെയ്യുന്നത് കറണ്ട് കുറയ്ക്കാനാണ്. കാരണം ഇൻഡക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ സർക്യൂട്ടിലെ കറണ്ടിനെ ആ EMF എന്ത് ചെയ്യും? കുറയ്ക്കും. ബട്ട് വിത്തൗട്ട് ലോസ് ഓഫ് പവർ. പവർ കുറയ്ക്കാതെയാണ് അവിടുത്തെ കറണ്ടിനെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇൻഡക്ടർ കുറയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ഡിവൈസസിലും ഒരു ഇൻഡക്ടർ ഉണ്ടായിരിക്കും. ബിക്കോസ് പവറിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. കറണ്ട് എന്ത് ചെയ്യും? ഒന്ന് ചെറുതായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഇൻഡക്ടേഴ്സിനെ ഒരു സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബൾബ് വിൽ ഗ്ലോ ബ്രൈറ്റർ? 2 സർക്യൂട്ട്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ബൾബാണ് കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കത്തുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടിലും കൊടുത്തിരിക്കുന്നത് എന്താണ്? AC സോഴ്സ് ആണ്. ഓക്കെ, AC സോഴ്സിന്റെ സിമ്പിൾ ആണ് കേട്ടോ അത്. AC സോഴ്സ് ആണ് നമ്മുടെ 2 സർക്യൂട്ടിലും കൊടുത്തിരിക്കുന്നത്. ആകെ ഒരു വ്യത്യാസം, നമ്മുടെ സെക്കൻഡ് സർക്യൂട്ടിൽ എന്തുണ്ട്? ഒരു ഇൻഡക്ടർ അല്ലെങ്കിൽ സോളിനോയിഡ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലെ? അങ്ങനെയെങ്കിൽ ഏത് ബൾബായിരിക്കും കൂടുതൽ ബ്രൈറ്റർ ആയിട്ട് കത്തുന്നത്? യെസ്, ഈ ബൾബായിരിക്കും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കത്തുന്നത്. ബിക്കോസ് ഇവിടെ ആരില്ല? ഇവിടെ സോളിനോയിഡ് ഇല്ല. ദാറ്റ് മീൻസ് ഒരു ഇൻഡക്ടർ ഇല്ല. അതുകൊണ്ട് ഇവിടുന്ന് AC സോഴ്സ് എന്തോരം കറണ്ട് കൊടുക്കുന്നു അത് മുഴുവൻ യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ഈ ബൾബ് ഇവിടെ കത്തും. ബട്ട് ഈ കേസിൽ AC സോഴ്സ് എന്താണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് അല്ലെ? ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ത് ചെയ്യും? ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കും. സോ നമ്മുടെ ഈ ഒരു ഇൻഡക്ടർ എന്ത് ചെയ്യും? ഒരു ബാക്ക് EMF ക്രിയേറ്റ് ചെയ്യും അല്ലെ? ഇവിടെ ഒരു ബാക്ക് EMF ഉണ്ടായിരിക്കും. ബാക്ക് EMF ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 5 ആംപിയർ ഒക്കെ കറണ്ട് ചെല്ലുന്നുണ്ടെങ്കിലും നമ്മുടെ ബൾബിന് കിട്ടുന്നത് ഒരു 2 ആംപിയർ ആയിരിക്കും. സോ 2 ആംപിയറിനുള്ള ലൈറ്റ് ആ ബൾബ് തരും. സോ കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കത്തുന്നത് നമ്മുടെ ഫസ്റ്റ് ഫിഗർ ആയിരിക്കും. ഓക്കെ, ഗിവ് റീസൺ എന്ന് മനസ്സിൽ ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ടും വരും.
അപ്പൊ റീസൺ ഇതാണ്, അവിടെ സോളിനോയിഡ് ഉള്ളത് കൊണ്ട് അത് എന്ത് ചെയ്യും, ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ റെഡ്യൂസ് ദി സോഴ്സിന്റെ കറണ്ട് റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ബൾബ് കത്തുന്നത് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷൻ ക്ലിയർ അല്ലേ? ഇത്രയാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?